നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ ചൈനീസ് ഓറഞ്ച് അഥവാ ബുഷ് ഓറഞ്ച് വെച്ച് നല്ല അടിപൊളി ഡ്രിങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ മഴയൊക്കെ മാറി നല്ല പൊരിഞ്ഞ വെയിൽ നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് നമ്മളെ വളരെയധികം റീഫ്രഷ് ചെയ്യും. അപ്പോൾ മിസാസ് കിച്ചൻ്റെ ചെറിയൊരു അടുക്കളത്തോട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണേന് ഒരു 5-6 മാസം മുമ്പ് ഒരു ചെറിയൊരു പ്ലാന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബഡഡ് പ്ലാന്റ് ആണ് വാങ്ങിച്ചത്, ഈ ചൈനീസ് ഓറഞ്ചിൻ്റെ. അതിനകത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ കുറച്ച് ഓറഞ്ച് അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കുറച്ച് പൂവും കായൊക്കെ ഉണ്ടായി. അതൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ കളറ് ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പലരും പറയാറുണ്ട് ഇങ്ങനെ ഓറഞ്ച് വാങ്ങിച്ചു പക്ഷെ ഭയങ്കര പുളിയായിരുന്നു, ഒന്നിനും കൊള്ളൂല, വെറുതെ ആ സ്ഥലം കളഞ്ഞെന്നുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പഴുത്തപ്പോൾ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നാരങ്ങയൊന്നും ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 പറിച്ചിട്ട് നല്ല ഫ്രഷ് ലൈം അടിക്കുന്ന പോലെ അടിച്ചു കൊടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ ഇതിൻ്റെ കുരു മുളപ്പിച്ചിട്ട് അത് നട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 4 വർഷമായി, നന്നായിട്ട് കായ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലമൊന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ. വീടിനും മതിലിനും ചേർന്ന് കിടക്കുന്ന ഒരു 2 അടിയിലുള്ള ഒരു ഗ്യാപ്പിലാണ് ഇവർ നട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും സ്ഥലമുള്ളവർ ഇതിൻ്റെ കുരു മുളപ്പിച്ചിട്ട് ഇതുപോലെ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും. പിന്നെ ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞെങ്ങി തുടങ്ങും. അപ്പോൾ നമുക്കിത് പറിച്ച് ജ്യൂസ് അടിക്കാവുന്നതാണ്. ഇനി പഴുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ കളർ ഇതിൻ്റെ നമ്മുടെ ലൈമൊക്കെ അടിക്കുന്ന കളർ ഉണ്ടാവുന്നുള്ളൂ, ഓറഞ്ചിൻ്റെ കളർ ഉണ്ടാവില്ല. ചെറിയ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ കളറും ജ്യൂസിനുണ്ടാവും. പിന്നെ ഇതിൻ്റെ തൊലി വളരെ തിന്നാണ്. അപ്പോൾ അതുകൊണ്ട് പഴുത്ത് വീഴാൻ നോക്കണ്ട. വീഴുമ്പം ചിലപ്പോൾ അതിൻ്റെ സ്കിന്നിങ്ങനെ അടർന്നിട്ട് അതിനകത്തേക്ക് മണ്ണും വല്ല അണുക്കളൊക്കെ കയറും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് പറിച്ചിട്ട് ജ്യൂസ് ആക്കാം. ഇപ്പോൾ പോരാത്തതിന് കൊറോണയും കൂടി ആയത് കാരണം നമുക്ക് താഴേന്ന് വീഴുന്ന ഒരു സാധനം എടുക്കാൻ തന്നെ പേടിയാണല്ലേ. അപ്പോൾ അതുപോലത്തെ ചെറിയ 4 കളർ മാറി തുടങ്ങിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഞാനതൊന്ന് ഒലിച്ച് കാണിച്ചു തരാം. നമ്മൾ നാരങ്ങ പിഴിയുമ്പം കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ സ്കിൻ നല്ല തിന്നാണ്. പിന്നെ ഇത് കണ്ട കൊച്ചു ഓറഞ്ചാണ്, പക്ഷേ ഇത് ഭയങ്കര പുളിയാണ്. നമുക്ക് വെറുതെ കഴിക്കാൻ പറ്റില്ല, ജ്യൂസ് അടിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, അത് നമ്മൾ സാധാ ഓറഞ്ചിൻ്റെ പോലെ അത്യാവശ്യം വലിപ്പമുള്ള കുരുവാണ് കേട്ടോ. ഞങ്ങളപ്പോൾ കുറച്ച് കുരു പാകി നോക്കിയിട്ടുണ്ട്, മുളക്കുമെങ്കിലും നടാമെന്ന് വിചാരിച്ചിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ നാരങ്ങളും കലക്കുന്ന പോലെ കലക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ജ്യൂസറിലിട്ട് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് അടിച്ചൊന്ന് മെൽറ്റാക്കി എടുക്കണം. നാരങ്ങ അടിക്കാൻ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അത്രയും തന്നെ മതി, അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഓറഞ്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ആ തോലും അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ 4 ഓറഞ്ച് ഇതുപോലെ നമുക്ക് പിഴിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിന് നല്ല ഓറഞ്ചിൻ്റെ നല്ല മണമാണുള്ളത്. നമ്മൾ പണ്ടൊക്കെ ഓറഞ്ച് ഇങ്ങനെ കടയിൽ വയ്ക്കുമ്പോൾ ആ സ്മെല്ലിങ്ങനെ വ്യാപിക്കൂല, ആ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഇങ്ങനെ തോലും കൂടി ഇട്ട് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആണ് ഈ ജ്യൂസിനുള്ളത്. അപ്പം ഞാൻ നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത്. അപ്പോൾ ഒരു ഓറഞ്ചിന് നമുക്ക് ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. അപ്പം ഞാൻ 4 ഓറഞ്ച് എടുത്ത് 4 വലിയ ഗ്ലാസ് ജ്യൂസ് എനിക്ക് കിട്ടി. പിന്നെ ഇത് അടിക്കുമ്പോൾ നമ്മൾ കുരുവൊന്നും കളയാതെയാണ് അടിക്കുന്നത്. അപ്പോൾ ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഓറഞ്ചിൻ്റെ കളറ് ചെറുതായിട്ട് മാറി പഴുത്ത് വന്ന കാരണമാണ് ഈ ഒരു കളറ് കിട്ടിയത്. പച്ച ഓറഞ്ച് ആണെങ്കിൽ നമുക്ക് ആ ഫ്രഷ് ലൈമിൻ്റെ കളറ് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിലിതില്ലാത്തവർ ഇതൊരെണ്ണം നട്ട് നോക്കണം. ഇനി സ്ഥലം ഇല്ലാത്തവർക്ക് ചട്ടിയിലാണെങ്കിലും ടെറസിൻ്റെ മുകളിലേക്ക് ഇത് വയ്ക്കാവുന്നതാണ്. ഇനി ഈ ചെടി വീട്ടിലുള്ളവർ ചൈനീസ് ഓറഞ്ച് വെച്ച് ഈ മെത്തേഡിലൊന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇത് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. താങ്ക്